ഹായ്, നമ്മൾ ഈ സഫയുടെ വിഷയം വിടണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ഇറ്റ്സ് മീ കൈസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ എൻ്റെ വോയിസ് എടുത്ത് അത് മെഹനാസ് പറഞ്ഞാന്ന് പറഞ്ഞിട്ടിട്ടാണ്. തീരെ ബോധമില്ല ഇറ്റ്സ് മീ കൈസ്. ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ വോയിസ് ആരുടേതാണെന്ന് ഇന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പോസ്റ്റ് ചെയ്യാൻ? ആരാണ് നിനക്ക് തന്നത്? സഫയാണോ, ഖാദർ കരിപ്പൊടിയാണോ, വേറെ ആരെങ്കിലും ആണോ? ഒരു വെരിഫിക്കേഷന് പോലും നടത്താണ്ട് ഒരു വെറും 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 റീച്ചിന് വേണ്ടി ഇതുപോലത്തെ നെറികേട് കാണിക്കുമ്പോൾ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതൊരിക്കലും മെഹനാസ് പറഞ്ഞ വാക്കുകളല്ല, ഞാൻ പറഞ്ഞ വാക്കുകളാണ്. പിന്നെ ഈ സഫേഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഉമ്മയില്ലേ, വാപ്പയില്ലേ, ഇവൾക്ക് അതില്ല ഇതില്ല. സത്യമായിട്ട് ഉമ്മയും വാപ്പയും ഉണ്ട്. പക്ഷെ ഇന്നാണ് എനിക്കൊരു കോൾ റെക്കോർഡ് കിട്ടിയത്. ഒന്നല്ല, 2 കോൾ റെക്കോർഡ് കിട്ടി. ഒന്ന് മെഹനാസ് അവൻ്റെ അമ്മായി അപ്പനോട് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡ്. कृपया लाइन पर बने रहें. താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്ത്. ഹലോ, പറഞ്ഞോ. ഉപ്പത്തിയോ? എത്തി. എനിക്ക് ഒന്നാമത് മറ്റന്നാള് കേസിന്റെ ഫയല് മൊത്തം ഉള്ളത് ആ ഫോണിന്റെ അകത്താണ്. നമുക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതുമാണ്. പിന്നെ അതല്ല, സഫ എത്തിയോ? ഫോൺ ഏതായാലും മറ്റേ ഫോൺ കിട്ടാണ്ട് ഈ ഫോൺ തരില്ല. മറ്റേ ഫോൺ ഏത്? എല്ലാം അവളിപ്പോ ഇവിടെ, തള്ളിപ്പൊളിച്ചു. അവളിവിടെ, ഇപ്പൊ ഇവിടെ. എന്താണ് കാര്യത്താ? ഉപ്പ ഒരു ഭർത്താവിനെ അറിയണ്ട്, ഇപ്പൊ ഓള് അവിടെ പോകുന്നുണ്ട്. ഇങ്ങനെ ഉപ്പല്ലേ ശരിക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ, ഒരു കാര്യം നോക്കണ്ട. ഇങ്ങനത്തെ ഉപ്പ സപ്പോർട്ട് ഒക്കെയാ ചെയ്യേണ്ടത്. മോശമല്ലോ. സപ്പോർട്ട് ചെയ്തെന്നു എങ്ങനത്തേനെ? അങ്ങനെയല്ല, ഇങ്ങനെ ഇപ്പൊ വേറെ ആൾക്ക് ഇങ്ങനെ വേടായിട്ട് മെസ്സേജ് അയക്കുന്നതൊക്കെ അത് മോശമാണ്. അങ്ങനെ ചെയ്യരുത്. ഭർത്താവിന്റെ അനുസരിക്കാണ്ട് ഇങ്ങനെ പുറത്ത് പറയാണ്ട് പോകരുത്. ഷൂട്ട് കാര്യങ്ങൾക്കൊന്നും പറയാണ്ട് പോകരുത്. ഇങ്ങനെയൊക്കെ ഇതെന്നല്ലേ ഞാനും പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ അവിടെ ജയിച്ചത്? മനസ്സിലായില്ല. നീ തന്നെയല്ലേ ഈ കയ്യോട്ട് എത്തിയത്? കയ്യിലേക്ക് ഞാനിതുവരെ ഞാനിതുവരെ പേഴ്സണലായിട്ട് അവിടെ സിംഗിൾ ആയിട്ടോ ഒറ്റയ്ക്ക് എവിടെയും ഞാൻ വിടാറില്ല. എന്നും കൂടെ തന്നെ ഉണ്ടാവില്ലേ. ഞാൻ എപ്പോഴും പറയലുണ്ട്, കൂടെ ഉണ്ടാവുമ്പോൾ ഞാൻ എവിടെ പോകുമ്പോ ഞാൻ വരും. ഞാൻ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് പോകരുത്. പിന്നെ കാരണം ഇത് ഡേഞ്ചറാണ്. അവർക്ക് അറിയാൻ സോഷ്യൽ മീഡിയ എന്താ അവർക്ക് അറിയില്ല. ശരി, പക്ഷെ ഞാൻ മാക്സിമം എന്റെ കൺട്രോളായിരുന്നു ഇതുവരെ ഉണ്ടായതൊക്കെ. പക്ഷെ ഞാൻ പ്രത്യേകം പറഞ്ഞ സ്നാപ്പ് ഒരിക്കലും ഡൗൺലോഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തതിന്റെ ഇഷ്യൂ ആണ് ഇപ്പൊ കിടക്കുന്നത്. കാരണം അതിൽ ഭയങ്കര മോശം സ്നാപ്ചാറ്റ് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പില് ആ ഒരു ചെക്കന് ഭയങ്കര സെക്ഷൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് സെക്ഷലി ഷൂട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു. ഇപ്പൊ ആ ഷൂട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാം പൂട്ടി. കാരണം അമ്മാതിരി ബാഡ് ആയിട്ടുള്ള രീതിയിൽ ഓൺ ക്രിയേറ്റ് ചെയ്തേക്കണം ഷൂട്ട്. പക്ഷെ ഇവക്കത് അതിന്റെ ഭവിഷ്യത്ത് അറിയില്ല. അപ്പൊ അത് ഞാൻ എതിർത്ത് അതിന്റെയാണ് ഇപ്പൊ ഇഷ്യൂ മൊത്തം കിടക്കുന്നത്. കാരണം എനിക്ക് ഒരിക്കലും എന്റെ കൺട്രോൾ ഇപ്പൊ എന്നോട് പറയാണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെ കണ്ട ഷൂട്ടിനും കാര്യത്തിനും ഇങ്ങനെ പോകുമ്പോ അത് ഭയങ്കര മോശം. നമ്മൾ കൺട്രോൾ ചെയ്യും, മറ്റുള്ളവരും പല രീതിയിൽ യൂസ് ചെയ്യും നമ്മളെ വൈഫിനെ. അത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇത് എന്ത് പറഞ്ഞു കൊടുക്കുമ്പോ അതായത് ഭയങ്കര രീതിയിൽ തണ്ടാക്കുന്നത്. അതാണ് ഞാൻ ഉപ്പാനോട് അന്ന് വിളിച്ചു പറഞ്ഞു, ഉപ്പ ഇങ്ങനെ തണ്ടാക്കും, ഉപ്പൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഉപ്പം കൂടെ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവള് ഒന്ന് അടങ്ങിത്തി. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോ ഒന്ന് പറയാണ്ട് ചോദിക്കാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോ അവർക്ക് ധൈര്യം കൂടെ ചെയ്യണേ. ഇപ്പൊ ഇത് അവളെ എവിടെ പോയി? ഞാൻ ചോദിക്കട്ടെ, ഇത് തന്നെ നീ പറഞ്ഞിട്ടുള്ള അതേ സിറ്റുവേഷൻ തന്നെയാണ് അവളും പറയുന്നത്. എന്താണ് തിരിച്ചു പറയുന്നത്? റബ്ബാണ് ഉപ്പ തെളിവ് കാണിക്കാൻ പറയാം. എന്റെ എല്ലാം ഉണ്ട്. പക്ഷെ അവള് ദേഷ്യം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി പറയാണ്, ക്രിയേറ്റ് ചെയ്യാണ്. അവളെ ഭാഗം അവൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ എല്ലാത്തിനുള്ള ഞാൻ ഉപ്പാക്ക് ഫുള്ളായിട്ട് അയച്ചിട്ടില്ല. കാരണം എനിക്ക് ചില സമയം ഞാൻ വിചാരിച്ചു ഒരു മോളെ കാര്യം ഉപ്പ അറിയുമ്പോ ജസ്റ്റ് വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉപ്പാക്ക് ഞാൻ അതൊന്നും അയച്ചുതരാത്തത്.
എനിക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഭയങ്കര വിഷമായി പോയി. അന്ന് ഞാൻ ഉപ്പാനെ വിളിച്ച് അത്രയും മനസ്സ് പൊട്ടിയിട്ട് അന്ന് ആ സമയത്ത് ഞാൻ ഉപ്പാനെ വിളിച്ച് കാല് പിടിച്ച് ഉപ്പാന്റെ അടുത്ത് ഉപ്പ എന്നെ ഒന്ന് ഹെൽപ്പ് ആക്കി ഈ കാര്യം. ഒന്ന് മെഹനാസ് സഫയോട് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡും കിട്ടി. സംതിങ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഉപ്പയുമായി സംസാരിക്കുന്ന കോൾ റെക്കോർഡ് നമുക്ക് മനസ്സിലായത്.